നമ്മളിവിടെ പഞ്ചാബിൽ വന്നതിന് ശേഷം നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ പുറവശത്ത് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് മുളക് തൈയും തക്കാളിയുടെ തൈയും വഴുതനയുടെ തൈയൊക്കെ അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ നട്ടുപിടിപ്പിച്ച് അവിടെ വെള്ളമൊക്കെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇതാണ് ഇപ്പോൾ കാണുന്നത്. ഇതിന് ശേഷം നമ്മൾ കുറച്ച് നാൾ ലീവിന് നാട്ടിൽ പോയി. നാട്ടിൽ പോയിട്ട് തിരിച്ച് വന്ന് ഈ ചെടികളൊക്കെ എത്രയായി എന്നുള്ള ഒരു വീഡിയോ ആണ് ഇത്, ഫുൾ വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. ഇതിപ്പം നമ്മൾ തൈയൊക്കെ നട്ട് അത് ആദ്യത്തെ ഒരു സ്റ്റേജിലാണ്. ഇതിന് ചുറ്റിനും അങ്ങനെ വേലി കെട്ടിയിട്ടില്ല. ഇതിന് സൈഡിൽ ഒരു 3 വശത്തായിട്ടൊരു പച്ച നെറ്റ് വെച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ വൈകുന്നേരം പൈപ്പിലൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വഴുതനയ്ക്കൊക്കെ പൂവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ച് വെച്ച തൈയാണ്, അതുകൊണ്ടാണ് ഇത്ര ചെറിയ ഇതിലെ പൂവൊക്കെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ചുമന്ന ചീരയുടെ വിത്തുമൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ചെറുതായിട്ട് കിളിച്ച് വരുന്നുള്ളൂ, അത് അങ്ങോട്ട് നല്ല പോലെ വരുന്നില്ല. ഇതിങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ കിളിക്കാൻ ഇച്ചിരി പാടാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പുല്ലുണ്ട്, ഭയങ്കര പുല്ലിൻ്റെ ഒരു ഇതാണ്, അതിൻ്റെ ആ ഒരു വേരാണ്. ഈ ഒരു വേരിൽ നിന്ന് ഇഷ്ടംപോലെ പുല്ലിവിടെ കിളിച്ച് വരുന്നുണ്ട്. ഈ പുല്ലിൻ്റെ ഒരു നമ്മൾ എത്ര എടുത്തു കളഞ്ഞാലും പുല്ല് കൂടുതലായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന ഈ 2 ബന്ധിച്ചെടി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ, അരി കൊണ്ടിട്ടതാണ്. അത് കിളിച്ച് വരുന്നുണ്ട്. ഇത് കണ്ടോ ഇവിടുത്തെ ഈ റോസാപ്പൂ, ഇതിൻ്റെ അകത്ത് നിറച്ച് പൂവുണ്ടാവുന്ന റോസയാണ് കേട്ടോ. നമ്മളിതിന് പ്രത്യേകിച്ചൊന്നും കൊടുത്തില്ലെങ്കിലും ഈ റോസ നിറച്ചും എപ്പോഴും പൂവായിരിക്കും. ഇതിൻ്റെ നിറച്ച് മുട്ടുമുണ്ട്. നമുക്കത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു റോസയാണ്. ഈ ഒരു സ്ഥലത്ത് തന്നെ അതിൻ്റെ ആ ഒരു സൈഡിലൊരു മാവും ഒക്കെ നിൽപ്പുണ്ട്. ഇതാണ് ഞാൻ ലീവിന് പോകുന്നതിന് മുൻപുള്ള അതിൻ്റെ ഒരു ആകെയുള്ള ഒരിത്. ഇത് ഞാൻ പോയിട്ട് വന്നതിന് ശേഷം ഉള്ള ഇത് കാണിക്കാമേ. നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഇവിടെ വളരെ ഭയങ്കര മാറ്റമാണ് ഉണ്ടായത്. ഇതിന് വെള്ളം രാവിലെ വൈകിട്ടും എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല, ഇത് ഇത്രയും വളരും എന്ന് പ്രതീക്ഷിക്കാത്ത അത്രയും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിനകത്ത് നിറച്ച് പുല്ല് വളർന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ നട്ട ചെടികളെല്ലാം നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പയർ അത്രയ്ക്ക് അങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും പയർ നല്ലപോലെ വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയിലൊക്കെ നിറച്ച് തക്കാളിക്കൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. പിന്നെ വഴുതനയിലാണെങ്കിൽ വഴുതനങ്ങയുണ്ട് കേട്ടോ. ഈ തക്കാളിയിൽ കണ്ടോ കുറേ തക്കാളിക്കുണ്ട്. വഴുതനയും മുളകും ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. വഴുതനയിൽ വഴുതനങ്ങയൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ട് കിടക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഒരു 3-4 വഴുതനങ്ങ ഉണ്ടായിരുന്നു. മുളകൊക്കെ ആണെങ്കിൽ തന്നെ വലിയ മുളകാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിട്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. തൊട്ടപ്പോൾ തന്നെ ആ മുളക് ഈ കയ്യിൽ പോന്നു. കണ്ടില്ലേ, ആ മുളക് കൈ വെച്ചേക്കുമ്പോൾ തന്നെ അതിന് എത്രത്തോളം വലിപ്പമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിറച്ച് പുല്ലാണ്. നമുക്കിനി ആ പുല്ലൊക്കെ ഒന്ന് എടുത്ത് പറിച്ച് മാറ്റണം, സമയമെടുക്കും. അതിൻ്റെ അകത്തൊക്കെ വഴുതനയുണ്ട്. ചീര അത്രയ്ക്ക് അങ്ങോട്ട് വളർന്നിട്ടില്ല, എങ്കിലും കുഴപ്പമില്ല. എല്ലാം നമുക്കൊരു സന്തോഷം തരുന്ന കാഴ്ചയാണ്. ഒന്നും നശിച്ചു പോയിട്ടില്ല, എല്ലാം കിളിച്ച് വന്നിട്ടുണ്ട്. ഇത് ചൊരക്കയുടെ ഒരു ചെടിയാണ്. അത് കണ്ട പൂവിട്ട് കായൊക്കെ വരാറായിട്ടുണ്ട്. ഏറ്റവും നന്നായിട്ട് വന്നിട്ടുള്ളത് മുളകും വഴുതനങ്ങയുമാണ്. വഴുതനങ്ങയിൽ നല്ല കായ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ട്. മുളകിലും അതുപോലെ വലിയ വലിയ കായ്കളുണ്ടായിട്ടുണ്ട്. തക്കാളി പാകമായില്ല, എങ്കിലും അതിൻ്റെ അകത്ത് നിറച്ച് തക്കാളിക്ക് ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഉള്ളൊരിതെന്ന് വെച്ചാൽ കാട്, ഒരു തരം പുല്ലാണത് കേട്ടോ. ആ പുല്ലെല്ലാം പിച്ചി മാറ്റണം. കാരണം ആ മുളകിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്ന ചീനിക്കമ്പ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവിടെ ഇനി ചീനിക്കമ്പും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം, കിളിക്കുന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടി. വഴുതനങ്ങയും പിന്നെ തക്കാളിയും മുളകും, തക്കാളി എടുത്തില്ല, വഴുതനങ്ങയും മുളകും ചീരയും, ഇത് ഇത്രയും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് വിളവെടുത്തു. ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാഴ്ചയായിരുന്നു ഇത്. കാരണം മുളകൊക്കെ വലിയ മുളകാണ്, ഇത്രയും വലിയ മുളകും. ഇത് ഇന്നത്തെ നമ്മൾ ഉച്ചയ്ക്ക് തോരൻ വയ്ക്കുന്നത് ഈ ചീരയാണ്.